ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. വിക്രം ഇന്നലെ ഒരു വല വിരിക്കുകയാണ് പാറുവിന് വേണ്ടിയിട്ട്. പുള്ളിക്കാരിൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ, അതായത് കിച്ചൺ മൊത്തം വൃത്തിയാക്കിയിട്ടാണ് പാറുവും ടീമും കിടന്നത്. പാറുവും ടീമും എന്ന് പറയുമ്പോൾ FJയും കിടന്നത്. ആ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വിക്രം ഒരു പ്ലാൻ ഇടുകയാണ്. ആ വലയിൽ വീഴാതെ പാറു നൈസായിട്ട് ഒഴിഞ്ഞു മാറുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാറു ആ ട്രാപ്പിൽ വീഴാതെ രക്ഷപ്പെടാനുള്ള കാരണം സാന്ദ്രയായിരിക്കാം. കാര്യം ഒരു ജെന്യുവിൻ പ്രശ്നമാണെങ്കിൽ വിക്രവും സാന്ദ്രയും ഒരുമിച്ച് നിന്ന് പാറുവിനെതിരെ സംസാരിക്കില്ല എന്ന് പാറുവിന് നല്ല രീതിയിൽ അറിയാം. സോ അവിടെ നിന്ന് മനസ്സിലാക്കിയിട്ട് പുള്ളിക്കാരി അത് മൈൻഡ് ചെയ്യാതെ വിട്ട ഗെയിം നന്നായിരുന്നു. ഇതുപോലെയൊക്കെ തന്നെ വിയാനെ വിക്രത്തെയും പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കഥയില്ലാത്ത ഒരു ഇറിറ്റേഷനായി മാറുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. പുള്ളിക്കാരി ഈ ടാസ്കിൽ പിടിക്കുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ബാഡ് സ്റ്റുഡൻറ്റിനെയും ടീച്ചർ അക്സെപ്റ്റ് ചെയ്തിട്ട് നല്ല രീതിയിലാക്കി മാറ്റാൻ ശ്രമിക്കണം എന്നുള്ളൊരു മെസ്സേജൊക്കെ കൊടുക്കാനാണ്. പിന്നെ ബാഡ് സ്റ്റുഡൻ്റ് ആയിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, പഠിക്കണം, എന്നാലേ ലൈഫുള്ളൂ എന്നൊക്കെ പറയാൻ വിയാന് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴായിട്ട് പുള്ളിക്കാരി ഈ ചെയ്യാൻ നോക്കുന്ന കാര്യങ്ങൾ തകർന്നു വീഴുന്നതായിട്ടാണ് പലപ്പോഴും കാണാൻ കഴിയുന്നത്. അതിനുശേഷം ഒരു എക്സ്കർഷൻ ആയിരുന്നു BB മ്യൂസിയത്തിലേക്ക്. അത് അത്യാവശ്യം നല്ല പരിപാടിയായിരുന്നു. പഴയ BB ഹൗസിൽ സംഭവിച്ച കാര്യങ്ങളുടെ ഒരു ചിത്രം പകർത്തി വെച്ചിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പരിപാടി. അതും കൂടെ കഴിഞ്ഞപ്പം ഈ വീക്കിലി ടാസ്ക് ഫോട്ടോ എടുത്തിട്ട് വൈൻഡപ്പ് ആയി. അതിനുശേഷം പ്രേക്ഷകർ നോക്കി കാണുന്നത് വെച്ചിട്ട് ബെസ്റ്റ് ടീച്ചറിനെയും ബെസ്റ്റ് സ്റ്റുഡൻറ്റിനെയും തിരഞ്ഞെടുക്കുന്ന ഒരു ടാസ്ക് ആയിരുന്നു. ബെസ്റ്റ് ടീച്ചറായിട്ട് എല്ലാവരും തിരഞ്ഞെടുത്തത് പ്രജനയാണ്. പക്ഷേ എനിക്ക് തോന്നിയത് അമിതാണ് കുറച്ചും കൂടെ ആപ്റ്റ് ആയിരുന്നത് എന്നാണ്. അതുപോലെ ബെസ്റ്റ് സ്റ്റുഡൻ്റായിട്ട് തിരഞ്ഞെടുത്തത് രമ്യനെയാണ്. എനിക്ക് തോന്നിയത് വിക്രത്തെയുമായിരുന്നു. സോ പ്രജനും രമ്യയാണ് അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഇനി ബെസ്റ്റ് ഉണ്ടെങ്കിൽ വേസ്റ്റും ഉണ്ടാവുമല്ലോ. അതിൻ്റെ അത് വേസ്റ്റ് ടീച്ചറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് FJ ആണ്. അതിൻ്റെ അത് ഞാൻ ഉറച്ചു നിൽക്കുന്നു. വേസ്റ്റ് സ്റ്റുഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഗാന വിനോദാണ്. അല്ലെങ്കിൽ വരേണ്ടിയിരുന്നത് വിയാനയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും അല്ലായിരുന്നു വരേണ്ടിയിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ശബരിയായിരുന്നു വരേണ്ടിയിരുന്നത്. ഗാന വിനോദ് ആയിക്കോട്ടെ അത്യാവശ്യം എൻഗേജ് ചെയ്ത് കുറേ കാര്യങ്ങൾ ചെയ്തു. വിയാന ആയിക്കോട്ടെ എന്തെങ്കിലും ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ശബരി എന്ന് പറയുന്ന വ്യക്തി കുറേ നേരം ടാസ്കിൽ തന്നെ കിടന്നുറങ്ങുക, പലപ്പോഴും ഒരു ഇൻപുട്ടും കൊടുക്കാതിരിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ റിവ്യൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.